ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഏറ്റവും പുതിയ വാർത്തകൾ ഏറ്റവും ആദ്യം അറിയാൻ നിങ്ങൾ മടിക്കണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ വാർത്തകളും അവധി അറിയിപ്പുകളും നിങ്ങളുടെ മൊബൈലിൽ വിരൽ തുമ്പിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ബെൽ ബട്ടൺ കൂടി അമർത്തി വെച്ചിരിക്കുക, നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഇന്നലെ പാലക്കാട് അവധി പ്രഖ്യാപിച്ച വിവരം നിങ്ങളോട് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, മഴ മുന്നറിയിപ്പിനെ തുടർന്ന്. പക്ഷേ പ്രതീക്ഷിച്ച ജില്ലകൾ വേറെ പലതുമായിരുന്നു. കണ്ണൂരൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ അവസാന നിമിഷം വരെ മഴയുടെ സാഹചര്യവും പറഞ്ഞ് നിങ്ങൾ കമന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അവസ്ഥ, ഇത് നല്ലൊരു പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകളിലേക്ക് തന്നെ വരാം. ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിലുള്ള മഴ മുന്നറിയിപ്പുകൾ നിലവിലും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിൽ നോക്കാം ഏതൊക്കെ ജില്ലകളിലാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം ഏതൊക്കെ ജില്ലകളിലാണ് അലർട്ട് ഉള്ളത് നോക്കാം. അതിൽ പ്രധാനമായിട്ടും ഓറഞ്ച് അലർട്ട് എന്ന് പറയുന്നത് വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ മൂന്ന് വടക്കൻ ജില്ലകളിൽ തന്നെയാണ്. അപ്പോൾ ഇന്നും ഓഗസ്റ്റ് 19-ാം തീയതിയും മഴ തുടരുമെന്ന അറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് കൂടിയാണ്. ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ, നമുക്കറിയാം പാലക്കാടിലൊക്കെ യെല്ലോ അലർട്ട് ആയിരുന്നിട്ടും അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് നിലവിൽ പുതിയ അറിയിപ്പുകൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത് കളക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായിട്ട് എത്തിക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ നാട്ടിലെ മഴയുടെ സാഹചര്യം ഒന്ന് കമന്റ് ചെയ്യുക. അതോടൊപ്പം പരീക്ഷ, SLC ഓണപരീക്ഷകൾ, അതുപോലെ തന്നെ 9, 8 അവരുടെ ഓണപരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യുക. ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് അലർട്ടായിട്ടിരിക്കുക. ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായിട്ടുള്ള അറിയിപ്പുകളുമായിട്ട് എത്തുന്നതായിരിക്കും. തൽക്കാലം നിർത്തുന്നു, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.